ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ ചക്ക കൊണ്ട് എരിശ്ശേരി വെച്ചാലോ? എല്ലാവരും വെക്കുന്നതാണ്, പക്ഷെ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം. ഒരു ചെറിയ ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി, വേവാനാവശ്യമായ വെള്ളം. ചക്ക ഇട്ട് കൊടുത്തതിൻ്റെ പകുതി വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്ക വേവുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. അതിനായി 2.5 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം അരയ്ക്കാനായിട്ട് എടുക്കാം, അരമുറി നമുക്ക് വറുത്തിടാൻ എടുക്കാം. അരച്ചെടുക്കാമെന്ന് പറയുമ്പോൾ ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അരപ്പിനായി 2.5 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് നല്ലപോലെ ചതച്ചെടുത്തിട്ട് വരാം. തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ചക്ക വേവെല്ലാം ആയിട്ടുണ്ട്. അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പരുവത്തിലാണ് കറി കിട്ടേണ്ടത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ചക്ക എരിശ്ശേരി റെഡിയായിട്ട് മാറ്റി വയ്ക്കാം. വറവ് തയ്യാറാക്കാം. വെളിച്ചെണ്ണ, പച്ചമുളക്, 2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4 ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്താണ്, കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തത്, 15 പച്ചമുളക് കട്ട് ചെയ്തത്, നാളികേരം, നാളികേരം നല്ല ഗോൾഡൻ കളർ ആവണം, കുറച്ച് വേപ്പില, വറവ് തയ്യാറായിട്ടുണ്ട്. എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അടിപൊളി ചക്ക എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.